കേട്ടാ വേലു മുതലാളി, കോതവളങ്ങര ഒരു പെണ്ണ് 6 പേരെ ഒന്നിച്ച് പ്രസവിച്ചെന്ന്. മുതലാളി ആരെയാ നോക്കണത്? രക്ഷാക്കാരന്മാരെ തോമായോ കേശവനോ വല്ലതും ഇങ്ങോട്ട് വന്നോന്ന് നോക്കുക. നമ്മള് കാപ്പ് കുടിച്ച കാശ് അവരുടെ പറ്റിൽ എഴുതാമോ എന്നൊരു നോട്ടം. അതെന്തിനു മുതലാളി? മുതലാളുടെ കാശില്ല. ഇവനൊക്കെ ഞാൻ പണം കടം കൊടുത്തിട്ടുണ്ടെന്നേ. അതുകൊണ്ട് അമിതമായ പലിശയല്ല ഞാൻ വാങ്ങിക്കുവോ? ഇത് പലിശപ്പെട്ടതാണോ? അല്ലല്ല, ഞാൻ ഇവർക്കൊക്കെ പണം കടം കൊടുക്കും. അവര് പലിശ ഇങ്ങനെ വന്നോണ്ടിരിക്കും, അവസാനം മുതലും തരും. പക്ഷെ അത്രയും കാലത്തിന്റെ ആഹാരം ഫ്രീ ആയിട്ട് നടക്കും. അതായത് ബിസിനസിന്റെ ഒരു താരിഫ്. നല്ല താരിഫ്. പിന്നെ എങ്ങനെ പണം സമ്പാദ്യമില്ലാതെ ഇരിക്കും? കണക്കുണ്ടാക്കണം പണം. പപ്പുവേ, നീ എപ്പോ വന്നു ജയിലുണ്ട്? ഇനി എപ്പോ മടങ്ങി പോണു ജയിലിലേക്കോ? നല്ല കടുപ്പത്തിലൊരു ചായ ഉണ്ട്. ഇനി പോകുന്നില്ല കുറുപ്പേ. സന്തോഷം. ഇനി വേല ചെയ്ത് ജീവിക്കണം. വേല ചെയ്ത് ജീവിച്ചാൽ മാത്രം പോരാ പപ്പു, നാളത്തേക്ക് കൂടി വല്ലതും കരുതണം. നാളെയോ? എനിക്ക് നാളെ ഇല്ല കുറുപ്പേ. നാളെയുമില്ല, ഇന്നലെയുമില്ല, ഇന്നു മാത്രം. കാശ് വേണ്ട പപ്പു. പപ്പു കാശ് വേണ്ടെന്ന്. വേണ്ട പപ്പു. ജയിലിൽ പോയെങ്കിലും പപ്പു മാറിയിട്ടില്ല കുറുപ്പേ. എനിക്ക് ആരുടെയും ഹോസ്റ്റലൊന്നും വേണ്ട. ഇപ്പൊ ഒരു പണക്കാരെ ഓസി കുടിച്ചിട്ട് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. പാവപ്പെട്ടവന് ഓസി കൊടുത്തിട്ടും വേണ്ടെന്ന് പറഞ്ഞു. എന്തൊരു ലോകമടായത്. സന്തോഷം. പപ്പു, എങ്ങനെ നിനക്ക് ജോലി ഇഷ്ടപ്പെട്ട? ഇത്രയും സുഖമുള്ള ജോലിയുണ്ടോ? ജോലി ചെയ്യണം, കൂലി വാങ്ങണം. ഒരു വഴക്കില്ല, വയ്യാവേലിയില്ല, ഒന്നുമില്ല. റിക്ഷയുടെ വാടകയെല്ലാം കൊടുത്തോ? അത് കൊടുത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സന്തോഷം. എന്നാ പോയി ഊണ് കഴിച്ചോ? ഞാൻ ഒന്ന് കുളിച്ചു തരാം. പപ്പു, ഈ അഗസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്ത് ജാതി മൃഗമാ?
അത് മൃഗമല്ല, ഒരു മഹർഷിയുടെ പേരാ. അതൊക്കെ മനസ്സിലിരിക്കട്ടെ, എനിക്കും അറിയാം. അത് അഗസ്ത്യരസായനം ഉണ്ടാക്കി കഴിച്ചാൽ ശരീരത്തിന് നല്ലതാന്നാ പറയുന്നത്. അതുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയാവോ? എനിക്കറിയില്ല. വലിയ മുട്ടനൊരു അഗസ്ത്യൻ ഞങ്ങൾ പിടിച്ചോണ്ട് വരും. എന്നിട്ട് നഖവും പല്ലും തൊലിയും എല്ലാം അങ്ങോട്ട് ഉരിച്ചു കളഞ്ഞ് അകത്തുള്ള കുടലും പണ്ടും എല്ലാം കളഞ്ഞിട്ട് അങ്ങോട്ട് കുറ്റാന്ന് അങ്ങോട്ട് കൊത്തിയേരി. നിർത്ത. എടോ, അതൊരു മഹർഷിയുടെ പേരാ. അദ്ദേഹം കണ്ടുപിടിച്ചത് കൊണ്ടാണ് അതിന് അഗസ്ത്യരസായനം എന്ന് പേര് കിട്ടിയത് കേട്ടോ. അങ്ങനെയാണ് ഈ കരിങ്കുരങ്ങ് രസായനമോ? അത് കരിങ്കുരങ്ങ് കണ്ടുപിടിച്ചത്. എടാ കുട്ടാ, അല്ല, പലിശ വിഴുങ്ങി വരുന്നുണ്ടല്ലോ. കുട്ടാ, ഇത് കേട്ടോടാ. ഒരു മുതലാളിയുടെയും കുടുംബത്തിന്റെയും അതിഭയങ്കരമായ അവസാനം. ഭയങ്കരമായ പലിശ വാങ്ങി പല പാവപ്പെട്ട കുടുംബത്തിനെയും ദണ്ഡിച്ച പലിശ മെഴുങ്ങി എന്ന് പേരുള്ള ഒരു മുതലാളി 18 ദിവസം വെള്ളമിറങ്ങാതെ ചക്രശ്വാസം വലിച്ച് മരിച്ചിരിക്കുന്നു. അയാളുടെ ശവം വീട്ടിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് അയാളുടെ 5 കുഞ്ഞുങ്ങളെയും ഭാര്യയെയും ഇടിവെട്ടുകയും അവകാശം ഇല്ലാതെ വന്നതിനാൽ വസ്തു സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്തിരിക്കുന്നു. ഇത് ഞാൻ തന്നെയാ. ഇന്ന് എല്ലാവരും പൈസ മര്യാദക്ക് എടുത്തേക്കണം കേട്ടോ. കയ്യിരിക്കുന്ന കാശും കൊടുത്തിട്ട് ഓരോരുത്തരുടെ വീട് വരെ നടക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. വീടിക്ക് പോലും കാശ് കിട്ടിയിട്ടില്ല. വണ്ടി കിടക്കണം. ഇന്ന് പച്ച തപ്പിട്ടില്ല. ഇനി പപ്പുന്റെ രക്ഷാപാടോ ഞാൻ എടുത്താറേ. ഞാൻ കുടിശ്ശിയൊന്നും തരാനില്ലല്ലോ. എന്ന് വൈകിട്ട് കൊണ്ട് തരാറില്ലേ? അല്ലല്ല, അപ്പൊ കരാറുള്ളിയാ. അതുകൊണ്ടല്ല, ഇപ്പോഴാണെങ്കിൽ ഒന്നേറ്റാലേ വൈകുന്നേരം അങ്ങോട്ടുള്ള നടപ്പ് ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞിട്ടുണ്ട്. സാറല്ല, ഞാൻ കൊണ്ട് തന്നോളാം. ഇന്നാളുടെ അവധിയാക്കാൻ സാധ്യമല്ല. ഇന്ന് നേരം എടുത്തിട്ട് പച്ച തപ്പിട്ടില്ല. ഇന്നത്തെ കാര്യം കുറച്ച് പ്രയാസമാണെന്നൊക്കെ വേറെ വല്ലയിടത്തും പോയി പറയണം. എന്റെ അടുത്ത് പറയാൻ നോക്കില്ല. അങ്ങനെയൊന്നും പറയാതെ മുതലാളി. കേശവ, ടീ ഷാപ്പിൽ നിന്ന് ഒരു ബെഞ്ച് എടുത്തിട്ടുണ്ടോ? വേലു മുതലാളി പറഞ്ഞു. മുതലാളി ഇത്ര കർശനമായിട്ട് പറയാൻ അവൻ എന്തോ തരാനുണ്ട്? 3 രൂപ. കേശവൻ 6 രൂപ. മാധവൻ 4 രൂപ. നീ 9 രൂപ. മുതലാളി, ഈ 50 രൂപയ്ക്ക് വേണ്ടിയിട്ട് 150 രൂപ പലിശ അങ്ങ് വന്നു കഴിഞ്ഞല്ലോ. ഇതിന് ഒരു 2 ദിവസത്തെ അവധോടെ തരണം. സാധ്യമല്ല, എനിക്ക് വേണ്ടത് പലിശയാ. മുതലവിടെ നിൽക്കത്തൊന്നു. എന്നാലേ ഞങ്ങളൊന്ന് ഓടിയേച്ചു വരാം. ഉച്ചയായില്ലേ, മുതലാളിയും പോയി വല്ലതും കഴിച്ചേച്ചു വാ. കഴിക്കാനൊന്നും പോകുന്നില്ല. നിരാഹാര സത്യാഗ്രഹം നടത്തി ഈ പണം പിരിക്കാൻ ഞാൻ വന്നിരിക്കുക. അതിനുള്ള ചോറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുതലാളി, എന്റെ കണക്കും പ്രകാരം മുതലാളി പറഞ്ഞിടത്തോളം തുക കാണുകയില്ല. എന്നോട് ആര് പറഞ്ഞു? കണക്ക് നോക്കിയാട്ടെ. കള്ള് ഷാപ്പിൽ വെച്ച് 1 ബാർബർ ഷാപ്പിൽ. മുതലാളി, എന്റെ കണക്കൂടെ നോക്കിയാട്ടെ. ഇങ്ങോട്ട് നോക്കിക്കൂടാവുന്നത് പുസ്തകത്തിൽ കാണും. പക്ഷേ എന്റെ കണക്ക് പ്രകാരം ഇത്രയും കാണാൻ പാടില്ല. ഇടാ, കള്ളക്കണക്ക് എഴുതിയും പിടിച്ചു പറിച്ചുമല്ല ഞാൻ സമ്പാദിച്ചത്. വെറും അമിതമായ പലിശ വാങ്ങിച്ചാണ് ഞാൻ ഈ പണം മുഴുവൻ ഉണ്ടാക്കിയത്. എനിക്ക് വേണ്ടത് പലിശയാ. മുതൽ വേണേ അവിടെ നിന്നോട്ടെ. 18-ാം തീയതി ഞാൻ 1 രൂപ വീട്ടിൽ കൊണ്ടു കൊടുത്തു. അത് ഈ കണക്ക് കാണുന്നില്ലല്ലോ. ഓ, അത് തോമയായിരുന്നു കൊണ്ട് കൊടുത്തിരുന്നത്. അതെ, അത് ശരി. അതൊന്ന് എഴുതാൻ. 18-ാം തീയതി ഞാൻ ഇല്ലാത്തപ്പോൾ തോമ എന്റെ വീട്ടിൽ വരികയും എന്റെ ഭാര്യയെ 1.5 രൂപ ഏൽപ്പിക്കുകയും അവൾ വാങ്ങിക്കുകയും ചെയ്തിരിക്കും. അപ്പോഴേ ഞാൻ നോക്കി പണി പറ്റിയില്ല. പോയേക്കാം. മുതലാളി, ഞങ്ങളൊന്ന് ഓടിയേച്ചു വരട്ടെ. മുതലാളി ഉണ്ടേക്ക് ഇവിടെ ഇരി. വല്ലതും കിട്ടുമ്പോ കൊണ്ട് തരാം. നിന്റെയൊക്കെ പിക്ഷ വാങ്ങിക്കാനല്ല ഞാൻ രക്ഷ വാങ്ങിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് വേണ്ടത് പലിശയാണ്, അല്ലാതെ മുതലല്ല. അപ്പു, നീ അവിടെ എന്തോന്നാ ചെയ്യുന്നേ? ഈ വണ്ടി കടകടാന്നായിപ്പോയി. വല്ലവരും കയറി ഇരുന്ന് കൊണ്ട് വീഴാതെ ഒന്ന് ശരിപ്പെടുത്തുക. അതെ, പപ്പുവിന്റെ ഓട്ടത്തിന് ഈ വണ്ടി പറ്റൂല. വരട്ടെ. പപ്പു, നീ എന്റെ കയ്യിൽ ഏൽപ്പിച്ച പണത്തിന്റെ വല്ല കണക്കോ കയ്യോ നിനക്കോ ഉണ്ടോ? കുറിപ്പൊക്കെ കണക്ക് വെച്ചിട്ടാ മതി. സന്തോഷം. പുതിയ റിക്ഷ. അത് നിന്റെയാ? എന്റേതോ?
എന്റെ റിക്ഷ എവിടെ? നിന്റെ റിക്ഷ അതാ കിടക്കണ അവിടെ. നീ പുതിയ റിക്ഷ? ഈ പുതിയ റിക്ഷ നിന്റെയാന്ന്. കളിയാക്കാതിരിക്കും. കളിയല്ല പപ്പു, ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. ഈ റിക്ഷ നിന്റെ സ്വന്തമാ. സന്തോഷം. അതിന് രൂപ എവിടെന്ന്? രൂപയും നിന്റെയാ. എന്റെ? ആ, നീ എന്നെ ഏൽപ്പിച്ച രൂപയെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് അത് കൊടുത്ത് വാങ്ങിച്ചതാ ഈ റിക്ഷ. ഇപ്പൊ മനസ്സിലായോ? സന്തോഷം. എന്നെ വളരെ വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാവോ? എലിവാണ് പോലെ എത്തിച്ചേരാൻ സാർ. ഇങ്ങോട്ട് കേറ്. ഇനി വെറും 12 മിനിറ്റേ 9 മിനിറ്റ്. വണ്ടിയുടെ സമയത്തിന് സ്റ്റേഷനിൽ എത്തണം. ഇങ്ങോട്ട് കയറാം. ഇങ്ങോട്ട് കയറാം സാർ, ഞാൻ എത്തിക്കാം. നമുക്കുള്ള ആളേക്ക് വരുവാടാ. ഇത് കൂടോത്രത്തിന് അറിയാവോ? ട്രെയിനിപ്പോ പോകുമെന്നാ തോന്നുന്നത്. സാർ അവിടെ അടങ്ങിയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ സമയത്തിന് എത്തിക്കാമെന്ന്. ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ കിട്ടുമെന്ന് ഞാനല്ലേ പറഞ്ഞത്. കിട്ടിയാൽ മതി. കുഞ്ഞിന് അടിപെട്ടോ? പോട്ടെ, ഞാനെല്ലാം മേടിച്ചത്. അരിയും ഉപ്പും മുളകും എല്ലാം. തല്ലത്തില്ല, എല്ലാം ഞാൻ വാങ്ങിച്ചു തരാം. ട്രെയിൻ ഇപ്പൊ പോകുമെന്നാ തോന്നുന്നത്. സാർ അവിടെ ഒന്ന് അടങ്ങിയിരിക്കാമോ? കുഞ്ഞിവിടെ കുറച്ചു നേരം നിന്നോ, ഞാൻ ഇപ്പൊ വന്നേക്കാം. വെച്ചോ വെച്ചോ.